ഹലോ, ക്രോഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. എവിടെയാണ് നടക്കുന്നതും എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് ഉള്ളതെന്ന് കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്രോഷ്യ മമ്മ യൂട്യൂബ് ചാനൽ. കോഴിക്കോട് വെച്ചിട്ടാണ് ക്രോഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഞാൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിരുന്നു ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 4 മണി വരെയാണുള്ളത്. ക്രോഷ്യ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസും ഞാൻ തന്നെ പാക്ക് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. തലേന്ന് രാത്രി തന്നെ ഫുൾ പാക്ക് ചെയ്യാൻ കുട്ടികളുണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അവർക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പാക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ പാക്കിങ് ചെയ്ത് 8 കിറ്റ് റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലെ പിന്നെ അതിൻ്റെ മുകളിൽ കുറേ ടൈം പോവില്ലല്ലോ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു കാർട്ടൺ ബോക്സിലാക്കിയിട്ട് തന്നെ മാറ്റി വെക്കാറുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിലൊക്കെ തലേന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്യും. പിന്നെ രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീട് അരീക്കോടാണ് വരുന്നത്. അവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് ക്ലാസ്സസ് നടക്കുന്ന സ്ഥലത്തേക്ക്. ക്ലാസ് നടക്കുന്നത് കോഴിക്കോട് അശോകപുരം ലൊക്കേഷനിൽ രാജേന്ദ്ര ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് രാജേന്ദ്ര ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു റോഡുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ആ റോഡിന് കയറിയിട്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് വരും. പാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീട്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ മാത്രമേ അവിടെ വരാറുള്ളൂ. ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഓരോ വീക്കെൻഡിലാണ് വെക്കാറുള്ളത്. അതും കറക്റ്റ് ഞാൻ മുൻകൂട്ടി 1-2 ആഴ്ച മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കുട്ടികളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാറ് നിർത്തിയ ഒരു ഗേറ്റ് കാണുന്നില്ല, അവിടെയാണ്. അപ്പോൾ കുട്ടികൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇതാണ്, ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി പാക്ക് ചെയ്ത കിറ്റുകളൊക്കെ ഞാൻ വെക്കുമായിരുന്നു. ഞാൻ ഏകദേശം ഒരു 12:30 ആകുമ്പോൾ ഈ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സ്റ്റുഡൻസ് ആദ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആവില്ലേ, എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആവില്ലേ എന്നുള്ളൊരു ടെൻഷൻ കയറും. എന്നാലും ഞാൻ ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ കിറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും റൂമിൽ അറേഞ്ച് ചെയ്ത് വെക്കാണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. കാരണം പുറത്ത് പോയി കഴിക്കാനുള്ളൊരു നേരം ഉണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ ഓരോരുത്തർ എത്തിയോ, അവരെ എവിടെയാണ് എത്തിയിട്ടുള്ളത്, പ്ലേസിൻ്റെ ഈ ഒരു ലൊക്കേഷൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുകയാണ്. എന്നാലും അവർക്ക് കറക്റ്റ് വഴി തെറ്റാതെ എത്തുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻസും കാര്യങ്ങളും അറിയിക്കുകയാണ്. പിന്നെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാവരും ഓൺ ടൈം എത്തിയിട്ടോ. 1 മണിക്ക് തന്നെ കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 8 കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ. നല്ല അടിപൊളി കുട്ടികളാണ്. പിന്നെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്നാണ് കുട്ടികൾ വന്നിട്ടുള്ളത് കേട്ടോ. 2 പേര് ഗുരുവായൂർ എന്ന ലൊക്കേഷനിൽ നിന്നാണ്, ഒരാൾ കൊല്ലം എന്ന ലൊക്കേഷനിൽ നിന്ന്, പിന്നെ 2 പേര് കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് നിന്നാണ് ബാക്കി 2 കുട്ടികളുള്ളത്. ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന കുട്ടികൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാച്ചിൽ വരുന്നത് കേട്ടോ. സാധാരണ കോഴിക്കോട് നിന്ന് ഡിഫറെൻറ്റ് പ്ലേസസ് നിന്നാണ് വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കുറേ പേര് ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്. എനിവേസ് നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഡേ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഡേ നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ്ലി ബേസിക് സ്റ്റിച്ചസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ റൂമും വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകാറുള്ളത്. ഫസ്റ്റ് ഡേ എൻ്റെ കൂടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ആളും. അപ്പോൾ മോളാണ് എന്നെ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇക്കയുടെ ഓഫീസും വരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കോഴിക്കോട് മാത്രം ക്ലാസ് വെക്കുന്നത് എന്നുള്ളത്. ഇതാണ് മെയിൻ റീസൺ. എനിക്ക് പോകാനും വരാനും എളുപ്പം ഈ ഒരു ലൊക്കേഷനാണ്. ഹലോ, ഡേ 2 ഓഫ് ക്രോഷ്യ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് അറ്റ് കാലിക്കറ്റ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതുപോലെ എവിടെയാണ് ക്ലാസ് നടക്കുന്നതും എൻ്റെ വീടും അതുപോലെ ക്ലാസ് നടക്കുന്ന ഈ ഒരു കുഞ്ഞ് സ്പേസും ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ ഒരു ഡേയിൽ കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിട്ടോ. ഇന്നലെ സ്റ്റുഡൻസ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അങ്ങനെ വരരുത് വിചാരിച്ച് കുറച്ചും കൂടി നേരത്തെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കോഴിക്കോട് കറക്റ്റ് 12 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. നേരെ ക്ലാസ് നടക്കുന്ന അവിടെ പോവാണ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം. ഇത് അശോകപുരമാണ് വരുന്നത്, കോഴിക്കോട് തന്നെ. അശോകപുരം ലൊക്കേഷനിൽ രാജേന്ദ്ര ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് കേട്ടോ. രാജേന്ദ്ര ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു പാർക്കിങ്ങിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറി വേഗത്തും. പാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റാനൊന്നുമില്ല. പിന്നെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ ലൊക്കേഷൻ കറക്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന ദൂരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ക്ലാസ്സിന് ചേരാം കേട്ടോ. നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് ഇനി ഓഗസ്റ്റ് 15 ശേഷമായിരിക്കും. ഓഗസ്റ്റിൽ മക്കൾക്ക് എക്സാമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുട്ടികളെ എക്സാമിൻ്റെ സമയത്ത് എനിക്കൊരിക്കലും ക്ലാസ് എടുക്കാൻ കഴിയില്ല. അതിന് ശേഷമായിരിക്കും ഈ ക്ലാസ് വെക്കുന്നുണ്ടാവുക.
അപ്പോൾ ഇവിടുന്നാണ് ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ, റൈറ്റ് സൈഡിൽ കാണുന്ന വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് അല്ലാത്ത സമയത്ത് വന്നാൽ എന്നെ കാണാൻ കഴിയില്ല. ക്ലാസ്സുള്ള സമയത്ത് മാത്രമാണ് ഞാൻ അവിടെ വരാറുള്ളത് കേട്ടോ. അപ്പം ഞാനിവിടെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം പാക്ക് ചെയ്ത് വെച്ചതൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂമിലാണ് ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ക്ലാസ് നടക്കുന്ന എൻ്റെ ചെറിയൊരു സ്പേസ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്ലെയിൻ റൂമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടേബിളും ബെഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇന്ന് എൻ്റെ കൂടെ മക്കളാരും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മിക്കവാറും ഈ ഒരു ഗിംബലായിരിക്കും. അപ്പോൾ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോ എടുക്കാം കേട്ടോ. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനനുസരിച്ച് ആ ഒരു ഗിംബൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫോണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ലോട്ടിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഗിംബൽ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ക്ലാസ് നടക്കുന്ന ഒരു കുഞ്ഞ് സ്പേസ്. അപ്പോൾ ഇതിൽ 8 കുട്ടികളുണ്ടായിരുന്നു. മെയിനായിട്ട് പഠിച്ചത് ബേസിക് സ്റ്റിച്ചസ് ആയിരുന്നു. ക്രോഷയുടെ കംപ്ലീറ്റ് ബേസിക് സ്റ്റിച്ചസും ഇന്നലെ എല്ലാവരും പഠിച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി ഇന്ന് അതിൻ്റെ പാറ്റേൺ റീഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആവും എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഇന്ന് മെയിൻലി പഠിക്കാൻ പോകുന്നത്. 1 o'clock to 4 o'clock വരെയാണ് സമയം. 3 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ. ഞാൻ മാസത്തിൽ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും വെക്കുന്ന ഒരു ക്ലാസ്സാണ്. ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പിന്നെയും ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഓൾമോസ്റ്റ് ടൈം വരുന്നത് 12:14 ആയി. 12:30 മുതൽ കുട്ടികൾ എത്തി തുടങ്ങും. അപ്പം അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു റൂമിൻ്റെ വീഡിയോ എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത് എന്നുള്ളതും പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്നും നാളെയും കൂടി ഉണ്ട് ഇനി ക്ലാസ്. നല്ല അടിപൊളി കുട്ടികളാണ്, നല്ല രസമാണ്. ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് പഠിപ്പിക്കുന്നതും പിന്നെ അവർക്ക് വരുന്ന ചേഞ്ചസ് നേരിട്ട് കാണുന്നതൊക്കെ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഇന്നും നാളെയും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ബാച്ച് കംപ്ലീറ്റ് ആയി. പിന്നെ വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ പറയും നിങ്ങൾ ചെയ്യുന്ന വർക്ക്സും പുതിയ പാറ്റേണൊക്കെ റീഡ് ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ. 12:30 കഴിഞ്ഞപ്പോഴേയും സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വന്നതിന് ശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റ് 1 മണി വരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. 1 മണിക്ക് ശേഷം നമ്മൾ മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇന്നലെ പഠിച്ച കുറേ കാര്യങ്ങൾ അവർ ചെയ്ത് കാണിക്കുമായിരുന്നു കേട്ടോ. ബേസിക് സ്റ്റിച്ചസ് ഇന്നലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെയ്തിട്ട് എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ പറയും. അപ്പോൾ അവർ എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണിത്. പിന്നെ ഇന്നലെ ചെയ്ത പ്രാക്ടീസ് വർക്കും കാണിച്ചു തരാൻ പറയും കേട്ടോ. പിന്നെ ദൂരത്തുനിന്ന് വരുന്നുണ്ട് പറഞ്ഞ കുട്ടികളൊക്കെ ഇവിടെ അടുത്ത് എവിടെയോ സ്റ്റേ ചെയ്യുകയാണ്. അപ്പം മാക്സിമം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്ന അത്രയും അവരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. ക്രോഷ്യയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ക്രോഷ്യ ഹുക്ക് ഗ്രാബ് ചെയ്യുന്നതും യാണ് ഗ്രാബ് ചെയ്യുന്നതും പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മാക്സിമം ഇവരോട് ചെയിൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഗ്രാബിങ് മെത്തേഡ് പഠിക്കാൻ പറയും കേട്ടോ. അത് വൺസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രോഷ്യയെ കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു ഫ്ലോയിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കുറേ പേർക്ക് അത് ഇന്നലെ തന്നെ റെഡി ആയിട്ടുണ്ട്. കുറേ പേർക്ക് എന്നാലും യാണ് ചുറ്റുന്നത് ഒന്ന് കിട്ടാനുണ്ട്. കാരണം നമുക്ക് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്താലാണ് ആ ഒരു ഫ്ലോ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. യാണ് വഴങ്ങി വരിക എന്ന് പറയും. അപ്പം നമുക്ക് ക്രോഷ്യ ചെയ്യാൻ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും കേട്ടോ. അപ്പം അവർ നിന്നും ഇരുന്നൊക്കെ പഠിക്കുന്നുണ്ട്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ എണീറ്റ് നിന്ന് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ നെക്കും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ചെയ്യാൻ പറയാറുള്ളത്. കാരണം കണ്ടിന്യൂസ്ലി ഒരിക്കലും ക്രോഷ്യ 3 മണിക്കൂറൊക്കെ ഇരുന്ന് ചെയ്യാൻ പാടില്ല. നമുക്ക് ബാക്ക് പെയിനും പിന്നെ അതുപോലെ കൈയിനും ഒക്കെ വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മാക്സിമം ഇതിന് ചെയ്യുന്ന എക്സസൈസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് ചെയ്യണം. എണീറ്റിരിക്കൽ മസ്റ്റാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഇരിക്കാൻ കഴിയാത്തവരൊക്കെ എണീറ്റിരുന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ക്രോഷ്യൻ്റെ കേസിൽ. ക്രോഷ്യ എന്ന ക്രാഫ്റ്റിന് മാത്രമല്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂസ്ലി ഇരുന്ന് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇരുന്നും എണീറ്റിരുന്നിട്ടും സ്ട്രെച്ച് ചെയ്യാനൊക്കെ. കാരണം അത്രയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അവർ പാറ്റേൺ റീഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതൊക്കെ പഠിച്ചു. ഞാൻ അവരെ കൊണ്ട് തന്നെ ഓരോ പാറ്റേൺസും റീഡ് ചെയ്ത് എങ്ങനെയാണ് ആ സിമ്പിൾസും അബ്രീവേഷൻസ് ഒക്കെ കിട്ടുന്നതെന്ന് അവരെ കൊണ്ട് തന്നെ റീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആവും. അപ്പോൾ ഇന്നാണ് അവർ പറഞ്ഞത് എന്താണ് സ്റ്റിച്ചസ് പഠിച്ചതും സ്റ്റിച്ചസ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകാറുള്ളത് കേട്ടോ. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് മെല്ലെ മൂവ് ചെയ്യും.
മെയിൻലി ഇവിടെ ക്ലാസ്സസിൻ്റെ ക്ലീനിങ് കാര്യങ്ങളും ചെയ്യും. എന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് മൈൻഡിൽ വരാമല്ലോ. വന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഒരു നേരം കിട്ടില്ല. അപ്പോൾ ക്ലീനിങ് പരിപാടിയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുക. ടേബിൾ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ ഫ്രണ്ട് സൈഡിലും കയറി വരുന്നിടത്ത് കുറേ ബോക്സസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് ഈസി ആവുക എന്നുള്ളതാണ് ഞാൻ മെയിൻലി ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വരാറുള്ളത്. ഉച്ചയ്ക്ക് ജസ്റ്റ് ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് എടുക്കുന്ന റൂമിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇനി വീട്ടിലേക്ക് പോവാം. ഇന്ന് ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഓരോ കാരണം കൊണ്ട് ഇന്ന് ഡിലേ ആയി. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണല്ലോ, രണ്ടാളും വീട്ടിലുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ ഡിലേ ആയി പോയതാണ്. അപ്പോൾ വലിയ ആളെൻ്റെ കൂടെ വരുന്നുണ്ട് കാരണം. അപ്പോൾ അവളും ഞാനും ആണ് ക്ലാസ്സിലുണ്ടാവുക. അപ്പോൾ ക്ലാസ്സിൻ്റെ അവിടെ എത്താറായി. എനിക്ക് തോന്നുന്നു ഇന്ന് കുട്ടികൾ കുറച്ചും കൂടി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും എത്തി. ആക്ച്വലി ഡിലേ ആയിട്ടില്ല, ഞാൻ 12:30 ആകുമ്പോൾ ക്ലാസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് എത്തുന്നതിന് മുന്നേ എത്തുന്നതാണ് നമുക്കൊരു കുറച്ചും കൂടി ഈസി ആവും കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങി. പിന്നെ ഈ ബാച്ചിനെ പറ്റി പറയാൻ അടിപൊളി കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അവരുടേതായ ഒരു ടൈം എടുത്തിട്ട് അവർ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ മിസ്റ്റേക്സും കാര്യങ്ങളും എന്താണ് കറക്ഷൻസ് ചെയ്യാനുള്ളതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നുണ്ട്, മടി ആവരുത്, എല്ലാവരും ചോദിക്കും. നമ്മൾ ഡൗട്ട്സുകൾ കാര്യങ്ങളും ചോദിച്ചാലാണ് ക്രോഷ്യ ഏത് ക്രാഫ്റ്റും ഇങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. എല്ലാവരും ചോദിച്ചിട്ട് അവരുടെ പാറ്റേൺ ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അവർ റൗണ്ട് പാറ്റേണൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി അതുകൊണ്ട് ഒരു റൗണ്ട് പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു ബാഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പാറ്റേൺ റീഡിങ് കംപ്ലീറ്റ് ഇന്നലെ തറോ ആക്കി. അപ്പോൾ പാറ്റേൺ റീഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ക്രോഷ്യ ചെയ്യുന്നതും, അപ്പോൾ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഏത് ക്രോഷ്യ പാറ്റേൺസും നമുക്ക് റീഡ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഇന്ന് കുട്ടികളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. പാറ്റേൺ റീഡിങ്ങും റീഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യുന്നതും ആ ഒരു ക്രോഷ്യ ചെയ്ത പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ കൊണ്ടുവരുന്ന മെത്തേഡ്സുമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. നമ്മൾ കുറേ വലിയ പ്രൊജക്ട്സ് ചെയ്യുന്നതല്ല ഫോക്കസ് ചെയ്യുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ക്രോഷ്യയുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്നിട്ട് ബേസിക് സ്റ്റെപ്പ് മുതൽ തന്നെയാണ് എങ്ങനെ ക്രോഷ്യ ചെയ്ത് മുന്നോട്ട് പോകും, എങ്ങനെ ഓരോ റൗണ്ട്സിൽ വർക്ക് ചെയ്യും, ഓരോ റോല് വർക്ക് ചെയ്യും, എന്നിട്ട് അതെങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. പ്രൊഡക്ട്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രോഷ്യയിൽ ഫിനിഷിങ് മെത്തേഡ് ഉണ്ട്. കുറേ യാൺ ടെയിൽസും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും പാറ്റേൺസിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് യാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫിനിഷിംഗ് മെത്തേഡും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഞാൻ പാറ്റേൺ ബുക്കിൽ പ്രൊവൈഡ് ചെയ്ത ടോപ്പിക്സും അതുപോലെ പാറ്റേൺ ബുക്കിൽ ഇല്ലാത്ത ഏത് ടോപ്പിക്സും അവർക്ക് തന്നെ ക്രോഷ്യയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ ഏകദേശം ഒരുവിധം അപ്ലിക് പാറ്റേൺസും റൗണ്ട് പാറ്റേണും പിന്നെ അതുപോലെ സ്ക്വയർ പാറ്റേൺസും എല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് റൗണ്ട് പാറ്റേൺ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, ബാഗ് ആക്കിയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് പേര് ആ ഒരു ഐഡിയ മനസ്സിലാക്കി ഇനി വീട്ടിൽ നിന്ന് ബാഗാക്കി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വീട്ടിൽ നിന്ന് ആക്കിയിട്ട് ഫോട്ടോ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാറായി. എല്ലാവരുടെ പ്രൊഡക്റ്റ് ചെയ്ത് കാണുമ്പോഴാണ് ഞാനും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അവർക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് യൂസ്ഫുള്ളായി, ഓരോ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിനിഷിങ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി ഇരിക്കും. കാരണം സീറോ നോളജ് ഇൻ ക്രോഷ്യ അങ്ങനെയാണ് അവർ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ക്രോഷ്യയുടെ പറ്റി, ക്രോഷ്യ എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക, ഒരു മേഖല മാത്രം ക്രോഷ്യയിൽ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ മാത്രം പഠിക്കാൻ പറ്റില്ല. നമുക്ക് ക്രോഷ്യയിലെ ഏത് ഫീൽഡിലും, ക്രോഷ്യയിൽ തന്നെ ഒരുപാട് ഫീൽഡ് ഉണ്ട്, അതിലേത് പാറ്റേൺസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളാക്കുമ്പോഴാണ് അവർക്ക് പിന്നീട് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ ട്രൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ഇനി വീട്ടിൽ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ സ്വെറ്റർ ചെയ്യണം, ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇതുപോലൊരു ക്രോഷ്യയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റായൊന്നുമില്ല, നിങ്ങൾക്കും സ്വയം പഠിക്കാം, പെട്ടെന്ന്
പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ഇത് ഈ ഒരു ക്രോഷ്യയുടെ ക്ലാസ് ഇതുപോലെ 3 ഡേയ്സിൽ ക്ലാസ്സാണ്. അത് അറ്റൻഡ് ചെയ്താൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്രോഷ്യയുടെ ഒരുവിധം ഐഡിയയും ബേസിക്സും സ്റ്റിച്ചസും പാറ്റേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഫിനിഷ് ചെയ്യുന്നതെല്ലാം ഒരു ഐഡിയ കിട്ടും. നിങ്ങളിത് സ്വയം പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു പാറ്റേൺ ചെയ്യാൻ തന്നെ 1 മാസം ടൈം എടുക്കും. അപ്പോൾ ടൈം വളരെ കുറവാണ് നിങ്ങൾക്ക് എങ്കിൽ എൻ്റെ ക്ലാസ് നല്ല ഏതെങ്കിലും ഒരു ക്രോഷ്യയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ക്രോഷ്യറായിട്ട് മാറാൻ കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്രോഷ്യ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ. ഇവരുടെ കൈ കൊണ്ട് തന്നെ എഴുതി കൊണ്ടുവന്ന ഫീഡ്ബാക്ക് ആയിരിക്കും എനിക്ക് എന്നും പ്രഷ്യസ് ആയിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.